നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡി ആയിട്ടുള്ള CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ആയിട്ടുള്ള ഒരാളുടെ പ്രതികരണം പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്തതാണ്. ആ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പല സംശയങ്ങൾ ഉയരുകയാണ്. ഒരു വ്യക്തിയെ പിന്തുടർന്ന് വേട്ടയാടുകയാണ്. ഇല്ലാത്ത പ്രശ്നങ്ങൾ മാധ്യമങ്ങളിലൂടെ റെയ്ഡ് നടത്തുന്നു എന്ന പേരിൽ മാനസികമായിട്ടുള്ള ടോർച്ചർ നടത്തുകയാണ്. ദുരുദ്ദേശത്തോടുകൂടി ED പ്രവർത്തിക്കാറുണ്ട് എന്നതിന്റെ തെളിവാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ഉദ്യോഗസ്ഥൻ കൊച്ചി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നതും അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ആജ്ഞാനുവർത്തിയായിട്ടും ഒപ്പം തന്നെ അതിന്റെ ഉദ്യോഗസ്ഥരാണെന്നുള്ള ധൈര്യത്തിന്റെ പുറത്ത് പല സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെയും വേട്ടയാടിയിരുന്നു എന്നതിന്റെ തെളിവാണ് രാധാകൃഷ്ണനെ ഈ അടുത്ത കാലത്ത് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ CJ റോയ് എന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമയായിട്ടുള്ള വ്യക്തിക്ക് എന്ത് മെന്റൽ ഹരാസ്മെന്റ് ആണ് അവരിൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നതിനെ സംബന്ധിച്ച് ആ പ്രതികരണം വലിയ സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട്. I am very close to Royji. Okay. I'm taking care of confident group in the events കാര്യങ്ങളെല്ലാം. മോറോവർ ഒരു ബ്രദർലി അടുപ്പുള്ള ഒരു വ്യക്തി. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് അറിയില്ല. പക്ഷെ IT സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളത് അറിയായിരുന്നു. പക്ഷെ ഇന്ന് എന്തെങ്കിലും സമ്മർദ്ദമായിട്ടുള്ള എന്തെങ്കിലും അവിടെ സംഭവിക്കുക അല്ലെങ്കിൽ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചതിന്റെ ഭാഗം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിലൊന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. നമ്മളൊക്കെ റോൾ മോഡലായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. നേരായ മാർഗത്തിൽ പോകണമെന്ന് എപ്പോഴും പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്നത് സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്നുള്ളത് പറയാനാവുന്നില്ല. ബാംഗ്ലൂരിൽ വെച്ചിട്ടാണെന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ. കേട്ടല്ലോ, അടുത്ത് ഇടപഴകുന്ന ഉദ്യോഗസ്ഥർ വരെ പറയുന്നു റോൾ മോഡൽ ആയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം പ്രൊവോക്കേഷനിലേക്ക് വീഴുന്ന വ്യക്തിയല്ല. ആ വ്യക്തിയെ എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഇനി എത്ര ഡോക്യുമെന്റ്സ് കാണിച്ചാലും ചിലർക്ക് തൃപ്തി വരത്തില്ല. അവർ ഉദ്ദേശിക്കുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഗാന്ധിയുടെ രൂപമുള്ള ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് കിട്ടിയാൽ അത് കൈനിറച്ച് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സംതൃപ്തി ഉണ്ടാകുള്ളൂ. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് മെന്റൽ ടോർച്ചർ നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബംഗളൂരുവിലെ ഓഫീസിൽ വെച്ചിട്ട് ആദായ നികുതി റെയ്ഡ് എന്ന പേരിൽ നടത്തിയ മെന്റൽ ഹരാസ്മെന്റിന്റെ പേരിൽ തന്നെ ആയിരിക്കണം ഈ കൃത്യം അദ്ദേഹം നിർവഹിച്ചു എന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ED എന്നതിന്റെ പേരിൽ ഒന്നുകിൽ രാഷ്ട്രീയ എതിർ ശത്രുക്കളെ അല്ലെങ്കിൽ ഇവർക്ക് വഴങ്ങാത്ത സത്യസന്ധരായിട്ടുള്ള ബിസിനസ്സുകാരെ എല്ലാം തിരഞ്ഞുപിടിച്ച് അവരിൽ നിന്ന് ഫണ്ട് തട്ടിയെടുക്കാനോ അല്ലെങ്കിൽ അവരെയെല്ലാം BJPയുടെ ഭാഗമാക്കാനോ വേണ്ടി ചെയ്ത പ്രവർത്തനമാണോ ഈ അടുത്ത കാലത്ത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കിറ്റക്സ് ഉടമയായിട്ടുള്ള സാബു M ജേക്കബ് ചെയ്തതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് തയ്യാറല്ലാത്തത് കൊണ്ടും താൻ ഇത്രയും കാലം ഒരു അലിഗേഷനും ഇല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നിട്ടില്ലാത്ത ബിൽഡർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് സഹപ്രവർത്തകർക്ക് പോലും വലിയ അഭിപ്രായമുണ്ടെന്നിരിക്കെ ഇങ്ങനെ ഒരു കൃത്യത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കും? ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ടും തൃപ്തി വരാതെ ഡോക്യുമെന്റ് എടുക്കൂ എന്ന നിലയിലേക്ക് അദ്ദേഹത്തെ മെന്റൽ ഹരാസ്മെന്റ് നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇദ്ദേഹത്തെക്കുറിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തി എന്ന തരത്തിൽ വാർത്ത വരുമെന്നുള്ള ഭീഷണിപ്പെടുത്തലുകളൊക്കെ നടത്തിയോ ഇല്ലയോ എന്നൊക്കെ അറിയേണ്ടതാണ്. അങ്ങനെ മാനസിക സമ്മർദ്ദത്തിലാക്കി അദ്ദേഹത്തെ ഒടുവിൽ സ്വന്തം ജീവൻ ഒടുക്കിക്കൊണ്ട് സത്യസന്ധത തെളിയിക്കേണ്ട രീതിയിലേക്ക് ആ മനുഷ്യനെ എത്തിച്ചോ ഇല്ലയോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. ഒപ്പമുള്ളവർക്ക് പോലും ഈ അഭിപ്രായമാണെങ്കിൽ ആ വ്യക്തി ഇതുവരെ കളങ്കിതമായിട്ടുള്ള ഒരു ആരോപണങ്ങളും നേരിടാത്ത സാഹചര്യത്തിൽ CJ റോയിയുടെ ഈ ആത്മഹത്യ ED പ്രത്യേക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാനസികമായി ടോർച്ചർ ചെയ്തതിൽ സംഭവിച്ചതാണോ എന്ന സംശയം ബലപ്പെടുകയാണ്.